Good morning all. Welcome to Dakshina Learnings. Dakshina Learningsന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ന്യൂസ് ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ 6 years on കൈലാസ് മാനസരോവർ യാത്ര ടു റീസ്റ്റാർട്ട് ബൈ എൻഡ് ഓഫ് ജൂൺ. COVID-19 ശേഷം കൈലാസ് മാനസരോവർ ഒരു പിൽഗ്രിമേജിന്റെ ഒരു ടൂറിസ്റ്റ് യാത്രയാണ്. അതെന്താണ് വീണ്ടും അത് പുനരാരംഭിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യ റൈസസ് കോണ്ടിനെന്റൽ ഷെൽഫ് ക്ലെയിം ഇൻ അറേബ്യൻ സീ റീജിയൻ. നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സീക്കും അപ്പുറം ഇന്ത്യ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ടൊരു 10,000 square kilometers നമ്മുടെ ഏരിയ ആണെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അസസിംഗ് ടെമ്പറേച്ചർ റിലേറ്റഡ് ഡെത്ത്സ് ഇൻ അർബൻ ഹീറ്റ് ഐലൻഡ്സ്. അർബൻ ഹീറ്റ് ഐലൻഡ്സുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് കാരണം ഹീറ്റ് വേവ്സ് ഒക്കെ കാരണം ഡെത്ത്സിന്റെ എമൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ന്യൂസ് ആണ്. പിന്നെ സ്റ്റഡി ഐഡന്റിഫൈസ് ഹൗ മലേറിയ ക്യാൻ ലീഡ് ടു ചൈൽഡ്ഹുഡ് ക്യാൻസർ. നമ്മൾ പറഞ്ഞത് ഏപ്രിൽ 25 എന്തായിരുന്നു, വേൾഡ് മലേറിയ ഡേ ആയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മലേറിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, അതായത് മലേറിയ ക്യാരിയിങ് ആയിട്ടുള്ള ഈ ഒരു വെക്ടേഴ്സ്, ആ വെക്ടേഴ്സിന് എന്താണ് വേറെ തരത്തിലും എന്ത് ചെയ്യാൻ സാധിക്കും, ക്യാൻസേഴ്സ്, ചൈൽഡ്ഹുഡ് ക്യാൻസേഴ്സും അവർക്ക് അഫക്ട് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ചുള്ള ന്യൂസ് ആണ്. അതുപോലെ തന്നെ നോ ഫിനോടൈപ്പ് ഡീറ്റെയിൽസ് ഇൻ ജിനോം ഇന്ത്യാസ് പ്രൊപ്പോസൽ കോൾ. ജിനോം ഇന്ത്യ പ്രൊജക്ട് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ് അടുത്തായിട്ട്. ദെൻ വൈ ഈസ് UPI സീയിങ് ഫ്രീക്വന്റ് ഡൗൺ ടൈംസ്. അതുപോലെ തന്നെ ഹൗ ഡിഡ് WHO നേഷൻസ് സ്ട്രൈക്ക് എ പാൻഡമിക് ഡീൽ. വാട്ട്സ് ദ റീസൺ ഫോർ ടാർഗറ്റിംഗ് ഷിംല പാക്ട്. ഷിംല പാക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം റീസെന്റ് ആയിട്ട് കുറെ അധികം ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പം ഷിംല പാക്ട് എന്താണ്, എന്തുകൊണ്ടാണ് ഷിംല പാക്ട് തന്നെ ടാർഗറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് മറ്റൊരു ന്യൂസ്. പിന്നെ സ്റ്റോം ബിനീത്ത് ദ വാട്ടേഴ്സ്, അതായത് ഇന്ത്യയുടെ വാട്ടർ സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ റീസെന്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള ന്യൂസ് ആണ് അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് പ്രധാന ന്യൂസിലേക്ക് കടക്കാം. 6 years on കൈലാസ് മാനസരോവർ യാത്ര ടു റീസ്റ്റാർട്ട് ബൈ എൻഡ് ഓഫ് ജൂൺ. അതിന്റെ ന്യൂസ് വരെ നമ്മൾ നോക്കുവാണെങ്കിൽ കൈലാസ് മാനസരോവർ യാത്ര വിൽ റിസ്യൂം ആഫ്റ്റർ 6 years സ്റ്റാർട്ടിംഗ് June 30, 2025 with 750 pilgrims following suspension due to COVID-19 ആൻഡ് ഇന്ത്യ-ചൈന ബോർഡർ ടെൻഷൻസ്. ഇന്ത്യ-ചൈന ബോർഡർ ടെൻഷൻസ് കാരണം COVID-19 കാരണം ഇത് നിർത്തിവെച്ചേക്കുവായിരുന്നത് വീണ്ടും എന്ത് ചെയ്യാൻ പോവാണ്, റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. യാത്രാസ് റിവൈവൽ സൈൻസ് ഇംപ്രൂവ്മെന്റ് ഇൻ ഇന്ത്യ-ചൈന റിലേഷൻസ് വിത്ത് ബോർഡർ ഡിസ്കഷൻസ് ഓൺ ഡയറക്റ്റ് ഫ്ലൈറ്റ്സ്, വിസാസ്, എക്സ്പെർട്ട് എക്സ്ചേഞ്ചസ് ആൻഡ് 75 years of diplomatic ties. Decision finalized after high-level talks including Prime Minister Modi, Xi Jinping meeting and Foreign Secretary Vikram Misri's visit to Beijing. ഇതാണ് ഒരു റൂട്ട് പറയുന്നത്. ന്യൂഡൽഹിയിൽ നിന്നൊരു റൂട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ലക്നൌവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റൂട്ട് പോകുന്നുണ്ട്. ഇതാണ് ലേക്ക് മാനസരോവർ പറയുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മൗണ്ട് കൈലാഷ്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുവാണെങ്കിൽ ഇന്ത്യ-ചൈന റിലേഷൻസ് നമ്മൾ ഒരു ലോങ് ഹിസ്റ്ററിയാണ്. കോഓപ്പറേഷൻ, കോൺഫ്ലിക്റ്റ് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ളത്. അതുപോലെ തന്നെ LAC എന്താണെന്ന് നമ്മൾ നോക്കുക. ഇതാണ് LAC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ LOC, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള, അതായത് നമ്മുടെ പാക് ഒക്കുപൈഡ് കാശ്മീറും ഇന്ത്യയുടെ മെയിൻ ടെറിട്ടറിയും തമ്മിലുള്ള ആ ഒരു ബോർഡറിനെയാണ് നമ്മൾ LOC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ LAC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബോർഡർ ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, LAC എന്ന് പറയുന്നത്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി കൈലാസ് മാനസരോവർ യാത്രയെ കുറിച്ച് പറയുന്നതാണെങ്കിൽ സേക്രഡ് ഫോർ മൾട്ടിപ്പിൾ റിലീജിയൻസ് ആണ്. റൂട്ട്സ് വിയ ലിപുലേക്ക് വഴിയുണ്ട്, നാഥുല വഴിയുണ്ട്. ഇനി 2025 എന്ത് ചെയ്യാൻ പോവാണ്, ഇത് വീണ്ടും നമ്മൾ റെസ്യൂം ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതെന്ത് ചെയ്യും, ഇതിന് കൾച്ചറൽ ടൈസിനെ ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ബോർഡർ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ ബോർഡർ സിഗ്നിഫിക്കൻസും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ബൈലാറ്ററൽ എഗ്രിമെന്റ്സ്, ചൈനയുമായിട്ടുള്ള മറ്റ് ബൈലാറ്ററൽ എഗ്രിമെന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്, ഒന്ന് പഞ്ചശീൽ എഗ്രിമെന്റ് ആണ് 1954 പീസ്ഫുൾ ഒരു പീസ് ട്രീറ്റി ആയിരുന്നു പഞ്ചശീൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. 5 principles ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ ബോർഡർ പാക്സ് എന്തൊക്കെയാണ്, 1993 1996 എന്ത് ചെയ്തിട്ടുണ്ട്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചൈനയുമായിട്ട് ബോർഡർ പാക്സ് സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീസെന്റ് ഫോക്കസ് നോക്കുകയാണെങ്കിൽ ഫ്ലൈറ്റ്സിലും അതുപോലെ തന്നെ ടൂറിസം, ട്രാവൽ, അതുപോലെ തന്നെ റിവർ ഡേറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റീസെന്റ് ആയിട്ട് ഫോക്കസ് കൊടുക്കുന്നത്. മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്, GS2 ഇന്റർനാഷണൽ റിലേഷൻസിലെ റെസ്റ്റോറേഷൻ ഓഫ് ബൈലാറ്ററൽ ടൈസ് പോസ്റ്റ് ഗാൽവൻ, അതുപോലെ തന്നെ ഡിപ്ലോമസി ത്രൂ കൾച്ചറൽ ആൻഡ് റിലീജിയസ് എക്സ്ചേഞ്ചസ്, അതായത് നമ്മുടെ സോഫ്റ്റ് പവറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റെപ്സ് ടുവേർഡ്സ് കോൺഫ്ലിക്റ്റ് ഡി എസ്കലേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. അടുത്ത ന്യൂസ് എന്താണ്, ഇന്ത്യ റൈസസ് കോണ്ടിനെന്റൽ ഷെൽഫ് ക്ലെയിം ഇൻ അറേബ്യൻ സീ റീജിയൻ. ഇന്ത്യ ഇൻക്രീസ്ഡ് ഇറ്റ്സ് എക്സ്റ്റെൻഡഡ് കോണ്ടിനെന്റൽ ഷെൽഫ് ക്ലെയിം ബൈ 10,000 square kilometers in Central Arabian Sea, modifying earlier claims to avoid dispute with Pakistan over the Sar Creek region. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ Sar Creek region എവിടെയാണെന്നുള്ളത് നോക്കിയിരിക്കുക. അതുപോലെ തന്നെ extended continental shelf claims allows nations exclusive rights over seabed resources beyond EEZ, and India's total oceanic rights could now nearly match its land area. അതായത് ഇനി ഈ ഒരു
10,000 സ്ക്വയർ കിലോമീറ്ററും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ടോട്ടൽ നമ്മുടെ 32 lakh സ്ക്വയർ കിലോമീറ്റർ ആ ഒരു ഏരിയ ഉണ്ടല്ലോ ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ അതുമായിട്ട് എന്ത് ചെയ്യും ഈ ഒരു സീ ടെറിട്ടറിയും മാച്ച് ആവും. അതുപോലെ തന്നെ ഇന്ത്യ സ്ട്രാറ്റജിക്കലി സ്പ്ലിറ്റ് ഇറ്റ്സ് ക്ലെയിം ഇൻടു പാർഷ്യൽ സബ്മിഷൻസ്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഒന്നാമത്തത് ലോ ഓഫ് സീസ് ആണ്, UN ക്ലോസ് ആണ്, യുണൈറ്റഡ് നേഷൻസ് ലോ കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റി ഉണ്ട്. ഈ ഒരു സീബെഡുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ വരുവാ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്ട്സ് വരുവാണെങ്കിൽ ഈ UN ക്ലോസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്, കൺസെൻസസ് നടത്തുന്നത്. ഇന്റർനാഷണൽ ട്രീറ്റി ഡിഫൈനിങ് മാരിടൈം സോൺസ് ആണ്, എസ്റ്റാബ്ലിഷസ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സ്റ്റേറ്റ്സ് അറ്റ് സീ, കവേഴ്സ് നാവിഗേഷൻ, റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് എൻവിയോൺമെന്റ്. ഇനി അടുത്ത എന്താണ് എക്സ്റ്റെൻഡഡ് കോണ്ടിനെന്റൽ ഷെൽഫ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട് 10,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് എക്സ്റ്റെൻഡഡ് കോണ്ടിനെന്റൽ ഷെൽഫ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. സോ എക്സ്റ്റെൻഡഡ് കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ് സീബഡ് ബിയോണ്ട് 200 നോട്ടിക്കൽ മൈൽസ്, അതായത് നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനും അപ്പുറമുള്ള റീജിയനാണ് നമ്മൾ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറയുന്നത്. കോസ്റ്റൽ സ്റ്റേറ്റ്സ് ക്യാൻ ക്ലെയിം റിസോഴ്സ് റൈറ്റ്സ്, റിക്വയർ സയന്റിഫിക് എവിഡൻസ് ആൻഡ് CLCS റെക്കമെൻഡേഷൻ. ഇനി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്താണ് ഏരിയ അപ് ടു 200 നോട്ടിക്കൽ മൈൽ ഫ്രം ദ ബേസിൽ, നമ്മുടെ ബോർഡറിൽ ലാൻഡിന്റെ കര അതിർത്തിയിൽ നിന്നും ആ കടലിലേക്ക് എന്താണ് 200 നോട്ടിക്കൽ മൈൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. കോസ്റ്റൽ സ്റ്റേറ്റ് ഹാവ് sovereign rights for resources, other states have navigation and overflight freedom. Sar Creek dispute എന്നാണ് നോക്കാം. ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആണ്. കൺസേൺസ് ദ മാരിടൈം ബൗണ്ടറി ഇൻ അറേബ്യൻ സീ, അഫക്ട്സ് ഫിഷിംഗ് റൈറ്റ്സ് ആൻഡ് റിസോഴ്സ് എക്സ്പ്ലോറേഷൻ. ഇനി കമ്മീഷൻ ഓൺ ദ ലിമിറ്റ്സ് ഓഫ് ദ കോണ്ടിനെന്റൽ ഷെൽഫ്, അതാണ് നമ്മൾ CLCS എന്ന് പറയുന്നത്. UN ബോഡി ഓഫ് എക്സ്പേർട്സ് ആണ്. എക്സാമിൻസ് എന്താണ് എക്സ്റ്റെൻഡഡ് കോണ്ടിനെന്റൽ ഷെൽഫ് ക്ലെയിംസ് ബൈ കോസ്റ്റൽ സ്റ്റേറ്റ്സ്. അതുപോലെ തന്നെ പ്രൊവൈഡ്സ് റെക്കമെൻഡേഷൻസ്, നോൺ ബൈൻഡിങ് ഡിസിഷൻസ് ആണ്. അത് പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. അവരുടെ ഡിസിഷൻസ് എന്തല്ല ബൈൻഡിങ് അല്ല, നോൺ ബൈൻഡിങ് ആണ്, അഡ്വൈസറി ഇൻ നേച്ചർ ആണ്. ഈ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? GS പേപ്പർ 1 ജോഗ്രഫിയിൽ കോണ്ടിനെന്റൽ ഷെൽഫ് ഫോർമേഷൻ ആൻഡ് ഡീലിമിറ്റേഷൻ, അതുപോലെ തന്നെ മാരിടൈം ബൗണ്ടറീസ് ആൻഡ് റിസോഴ്സ് റൈറ്റ്സ്. GS പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇന്ത്യ പാകിസ്ഥാൻ മാരിടൈം ഡിസ്പ്യൂട്ട് സർ ക്രീക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് പ്രധാനമായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇന്ത്യസ് ഡിപ്ലോമസി ആൻഡ് മാരിടൈം ബൗണ്ടറി നെഗോസിയേഷൻസ്, റോൾ ഓഫ് ഇന്റർനാഷണൽ ബോഡീസ്, പ്രധാനമായിട്ടും CLCS ഇൻ ടെറിട്ടോറിയൽ ക്ലെയിംസ്. ഇനി അടുത്ത ന്യൂസ് എന്താണ്? അസസിംഗ് ടെമ്പറേച്ചർ റിലേറ്റഡ് ഡെത്ത്സ് ഇൻ അർബൻ ഹീറ്റ് ഐലൻഡ്സ്. നമ്മൾ പറഞ്ഞിരുന്നു അർബൻ ഹീറ്റ് ഐലൻഡിന്റെ എഫക്ട് എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കുക. ഇൻക്രീസസ് ഹീറ്റ് റിലേറ്റഡ് ഡെത്ത്സ് ബട്ട് ഓൾസോ സിഗ്നിഫിക്കന്റ്ലി റിഡ്യൂസസ് കോൾഡ് റിലേറ്റഡ് ഡെത്ത്സ് ഇൻ ഗ്ലോബൽ സിറ്റീസ്. ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെത്ത് കൂടുന്നുണ്ട്, ബട്ട് കോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. കോൾഡ് മോർട്ടാലിറ്റി റിഡക്ഷൻ വാസ് 4.4 ടൈംസ് ഗ്രേറ്റർ ദാൻ ഹീറ്റ് മോർട്ടാലിറ്റി റൈസ് ഇൻ 2018. ഹൈ ലാറ്റിറ്റ്യൂഡ് സിറ്റീസിന് നോക്കുകയാണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് മോസ്കോ ഒക്കെ നോക്കുകയാണെങ്കിൽ ബെനിഫിറ്റ്സ് മോർ ആൻഡ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ലൈക്ക് ഇൻക്രീസിംഗ് വെജിറ്റേഷൻ ഓർ ബിൽഡിംഗ് റിഫ്ലക്ടിവിറ്റി, അതായത് ആൽബഡോ ബിൽഡ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് മസ്റ്റ് ബി സീസൺ സ്പെസിഫിക് ടു അവോയ്ഡ് അൺഇൻറ്റൻഡഡ് ഹെൽത്ത് റിസ്ക്. ഇനി സ്റ്റഡി സ്ട്രെസ്സസ് റീജിയൻ ആൻഡ് സീസൺ സ്പെസിഫിക് അർബൻ പ്ലാനിംഗ്, നോട്ട് എ ബ്ലാങ്ക് അപ്രോച്ച് ടു മാനേജ് UHA ഇമ്പാക്ട്സ് എമിഡ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് അർബനൈസേഷൻ. ഇതിൽ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കാനുള്ളത്? അർബൻ ഹീറ്റ് ഐലൻഡ് എന്താണെന്ന് നോക്കുക, അതിന്റെ എഫക്ട് എന്താണെന്ന് നോക്കുക. സിറ്റീസ് ആർ സിഗ്നിഫിക്കന്റ്ലി വാമർ ദാൻ റൂറൽ സറൗണ്ടിങ്സ്. ഈ കോൺക്രീറ്റ് ബിൽഡിങ്സ് ഒക്കെ കൂടുതൽ ഉണ്ടാവുന്നുണ്ട്. അർബൻ ഏരിയാസിൽ എന്ത് സംഭവിക്കും? കൂടുതലായിട്ട് ഈ ഒരു ഹീറ്റിന്റെ എഫക്ട് രൂപപ്പെടും. അതിനെയാണ് നമ്മൾ ഈ അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്ട് എന്ന് തന്നെ പറയുന്നത്. ഇമ്പാക്ട്സ് എനർജി യൂസ്, ഹെൽത്ത് ആൻഡ് എയർ ക്വാളിറ്റി. ഇനി ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് അർബനൈസേഷൻ ഇമ്പാക്ട്സ് നോക്കുകയാണെങ്കിൽ അർബൻ ഗ്രോത്ത് ഇൻക്രീസസ് എമിഷൻസ് ആൻഡ് റിസോഴ്സ് യൂസ്. ക്ലൈമറ്റ് ചേഞ്ച് exacerbates urban heat island and extreme events in cities. Impacts include habitat loss, pollution and water stress. Urban climate mitigation strategies നോക്കുകയാണെങ്കിൽ ആൽബഡോ ക്രിയേറ്റ് ഇൻക്രീസ് സർഫേസ് റിഫ്ലക്ടിവിറ്റി. എങ്ങനെയാണ്? വൈഡ് റൂഫ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു ആൽബഡോ എഫക്ട് നമുക്ക് കൂട്ടാൻ സാധിക്കും. ടു റെഡ്യൂസ് ഹീറ്റ് അബ്സോർപ്ഷൻ. അതുപോലെ തന്നെ ഗ്രീൻ കവർ ഉണ്ടാക്കാൻ സാധിക്കും. എക്സ്പാൻഡ് വെജിറ്റേഷൻ, ട്രീസും അതുപോലെ തന്നെ ബയോളജിക്കൽ പാർക്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഫോർ കൂളിംഗ് വയ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ ആൻഡ് ഷെയ്ഡിങ്. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? GS പേപ്പർ 1 ജോഗ്രഫിയിൽ അർബനൈസേഷൻ ആൻഡ് അസോസിയേറ്റഡ് ഇഷ്യൂസ്, അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ ജോഗ്രഫി ആൻഡ് ക്ലൈമാറ്റിക് അഡാപ്റ്റേഷൻ ഇൻ സിറ്റീസ്. GS പേപ്പർ 3 എൻവിയോൺമെന്റിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട്സ് ഓൺ അർബൻ ഹെൽത്ത്, അതുപോലെ തന്നെ അർബൻ എൻവിയോൺമെന്റൽ മാനേജ്മെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ്, അഡാപ്റ്റേഷൻ മെഷേഴ്സ് ഫോർ എക്സ്ട്രീം വെദർ ഇവന്റ്സ്. ഇനി മറ്റൊരു ന്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്? സ്റ്റഡി ഐഡന്റിഫൈസ് ഹൗ മലേറിയ ക്യാൻ ലീഡ് ടു ചൈൽഡ്ഹുഡ് ക്യാൻസർ. ഇതിലും പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്?
പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ആണ് എന്താണ് മലേറിയൽ ഇൻഫെക്ഷന് കാരണമാവുന്നതാണ്. റിസർച്ചേഴ്സ് ലിങ്ക് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം മലേറിയ ഇൻഫെക്ഷൻ ഡയറക്ട്ലി ടു ബർക്കിറ്റ് ലിംഫോമ എന്നുള്ളതാണ് ഈ ഒരു ചൈൽഡ്ഹുഡ് ക്യാൻസർ നമ്മൾ പറയുന്നത്. ഡ്യൂറിംഗ് മലേറിയ ഇൻഫെക്ഷൻ ബി സെൽസ് ഷോ എലിവേറ്റഡ് എക്സ്പ്രഷൻ ഓഫ് AID എൻസൈം, അതായത് ആക്ടിവേഷൻ ഇൻഡ്യൂസ്ഡ് സൈറ്റിഡൈൻ ഡെമിനേസ് എക്സ്പ്രഷൻ എന്ത് ചെയ്യും, ഈ ബി സെൽസ് കൂടുതലായിട്ട് കാണിക്കും. ദിസ് ഡിസ്കവറി സ്ട്രെങ്തൻസ് എവിഡൻസ് ദാറ്റ് മലേറിയ ഇൻഫെക്ഷൻ ഈസ് നോട്ട് ജസ്റ്റ് അസോസിയേറ്റഡ് ബട്ട് കാഷ്വലി ഇൻവോൾവ് ഇൻ ട്രിഗറിംഗ് ബർക്കിറ്റ് ലിംഫോമ. ഈ ഒരു ബർക്കിറ്റ് ലിംഫോമ എന്ത് ചെയ്യും, ഈ ഒരു പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ട്രിഗർ ചെയ്യുമെന്നാണ് റീസെന്റ് ആയിട്ടുള്ള സ്റ്റഡീസ് പറയുന്നത്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഡിസീസസ് കോസ്ഡ് ബൈ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം മലേറിയൻ വെക്ടർ ആണ്. Causes the most severe form of malaria, leads to high fevers, chills, anemia and potential organ failure. Can be fatal if not treated promptly. ഇനി ബേസിക്സ് ഓഫ് ബുർക്കിറ്റ് ലിംഫോമ, അതായത് ബുർക്കിറ്റ് ലിംഫോമ ആ ഒരു ചൈൽഡ്ഹുഡ് ക്യാൻസറിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈലി അഗ്രസീവ് ടൈപ്പ് ഓഫ് നോൺ ഹോട്ട്കിൻ ലിംഫോമയാണ്. ഒറിജിനേറ്റ്സ് ഫ്രം ബി സെൽസ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം, ക്യാരക്ടറൈസ്ഡ് ബൈ റാപ്പിഡ് ട്യൂമർ ഗ്രോത്ത്. റോൾ ഓഫ് ആക്ടിവേഷൻ ഇൻഡ്യൂസ്ഡ് സൈറ്റിഡൈൻ ഡെമിനേസ്, അതായത് എയ്ഡിന്റെ റോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ എൻസൈം ക്രൂഷ്യൽ ഫോർ ആന്റിബോഡി ഡൈവേഴ്സിഫിക്കേഷൻ, ഇൻട്രൊഡ്യൂസ് മ്യൂട്ടേഷൻ ഇൻ immunoglobulin genes. Aberrant aid activity is implicated in some cancers including BL നമ്മളൊന്ന് പറഞ്ഞു എന്താണ് ബുർക്കിറ്റ് ലിംഫോമ. മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? GS പേപ്പർ 2 ഹെൽത്തിൽ ലിങ്ക് ബിറ്റ്വീൻ ഇൻഫെക്ഷസ് ഡിസീസസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതുപോലെ ഗ്ലോബൽ ഹെൽത്ത് ഇഷ്യൂസ് ഇൻ ട്രോപ്പിക്കൽ ആൻഡ് ഇക്വറ്റോറിയൽ റീജിയൻസ്, പബ്ലിക് ഹെൽത്ത് സ്ട്രാറ്റജീസ് ഫോർ ഡിസീസ് പ്രിവെൻഷൻ ഇൻ മലേറിയ എൻഡമിക് ഏരിയാസ്, അതുപോലെ GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അഡ്വാൻസസ് ഇൻ മെഡിക്കൽ റിസർച്ച് ഡിസീസ് മെക്കാനിസംസ്, ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് കോമ്പാക്ടിംഗ് ഡിസീസസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. മറ്റൊരു ന്യൂസിലേക്ക് നമുക്ക് പോവാം. നോ ഫിനോടൈപ്പ് ഡീറ്റെയിൽസ് ഇൻ ജീനോം ഇന്ത്യ പ്രൊപ്പോസൽ കോൾ. ന്യൂസ് നമ്പർ നമ്മൾ നോക്കാം. ജീനോം ഇന്ത്യ പ്രൊജക്ട് കളക്ടഡ് ബ്ലഡ് സാമ്പിൾസ് ആൻഡ് ഫിനോടൈപ്പ് ഡേറ്റ ഫ്രം ഓവർ 20,000 individuals across 83 population groups, but did not publicly disclose the available phenotype data before the call for research proposal ended. എന്ത് ചെയ്തിട്ടില്ല, കറക്റ്റ് ആയിട്ട് ആ ഒരു ഫിനോടൈപ്പ് ഡേറ്റ എന്ത് ചെയ്തിട്ടില്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല. The first public disclosure phenotype metadata came only through a comment article in Nature Genetics on April 8 after the March 31 ശേഷം മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു ചെറിയൊരു ടൈപ്പ് ഓഫ് ഡേറ്റ എങ്കിലും വന്നിരിക്കുന്നത്. റിസർച്ചേഴ്സ് ഔട്ട്സൈഡ് ദ ജിനോം ഇന്ത്യ ടീം വെയർ അറ്റ് എ ഡിസഡ്വാൻറ്റേജ്, ഹൈലൈറ്റിംഗ് ദ കൺസേൺസ് അബൌട്ട് ഡേറ്റ ആക്സസ്, റിസർച്ച് ഫെയർനെസ് ആൻഡ് ഓപ്പൺ സയൻസ് പോളിസീസ് ഇൻ ഇന്ത്യ. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഒന്ന്, ജീനോം ഇന്ത്യ പ്രൊജക്ട് എന്താണെന്ന് നോക്കണം. അതിന്റെ ഒബ്ജക്റ്റീവ്സ്: കാറ്റലോഗ് ഇന്ത്യൻ ജനറ്റിക് വേരിയേഷൻസ് സീക്വൻസ് 10,000 genomes initially for reference. Scope നോക്കുകയാണെങ്കിൽ over 20 institutions involved, samples from diverse groups, 83 population, 20,000 samples. Aims to understand disease risk, develop affordable diagnostics and advance precision medicine for Indians. ഇനി ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് ഇൻ ജീനോമിക് റിസർച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. DBT ഫണ്ട്സ് ജീനോമിക്സ് പ്രൊജക്ട്സ് ലൈക്ക് ജീനോം ഇന്ത്യ, സപ്പോർട്ട് റിസർച്ച് ഇൻഫ്രാസ്ട്രക്ചർ. ലോഞ്ച്ഡ് എന്താണ്, 1 day 1 genome for microbial genomics. 1 nation 1 subscription potential link ആണ്. may improve access to genomic data and research, fostering collaboration. IBDC അതായത് ഇന്ത്യൻ ബയോളജിക്കൽ ഡേറ്റാ സെന്റർ provides open access to genomic data. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 ഗവേണൻസിൽ നമുക്ക് issues of transparency and access in scientific research, public policy and ethical issues in data sharing. അതുപോലെ തന്നെ GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജിയിൽ റോൾ ഓഫ് ബയോടെക്നോളജി ഇൻ ഹെൽത്ത് കെയർ റിസർച്ച്, അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് genome projects in personalized medicine and public health, ethical concerns around genomic data and research accessibility. ഇനി മറ്റൊരു ന്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ why is UPI seeing frequent downtimes? നമുക്കറിയാം യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI ആണ് നമ്മളെല്ലാവരും പേയ്മെന്റ്സിന് വേണ്ടിയിട്ട് ഇപ്പം റീസെന്റ് ആയിട്ട് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതും. UPI payments rely on NPCI to route all transactions, making NPCI a single point of failure. If NPCI goes down, UPI collapses system. നമുക്കറിയാം നമ്മളിപ്പോൾ UPI പേയ്മെന്റ് ഒക്കെ നടത്തുമ്പോഴത്തേക്ക് റീസെന്റ് ആയിട്ട് എന്താണ് കുറെ അധികം നമുക്ക് ട്രാൻസാക്ഷൻസ് ഫെയിലിയർ ഉണ്ടാവാറുണ്ട്. നമ്മൾ പൈസയൊക്കെ മിസ് ആവാറുണ്ട്. പിന്നെ 1 വീക്കിന് ശേഷം അല്ലെങ്കിൽ 2 ഡേയ്സിന് ശേഷം ഒക്കെ ആയിരിക്കും നമുക്കത് വീണ്ടും റീക്രെഡിറ്റ് ആവുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ആണ്. Recent UPI outages were mainly caused by banks flooding NPCI with check transaction requests, overwhelming the system. Any banks are frustrated because UPI operations cost them money, but they can't change MTR to recover it, unlike credit card network like Visa and Mastercard. NPCI created UPI Lite ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു to reduce pressure
പക്ഷെ എന്ത് ചെയ്യണം, ഈ UPI ലൈറ്റും എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഈ ഒരു NPCI തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടു അഡ്രസ് ദിസ് ദ ഗവൺമെന്റ് ഓഫേഴ്സ് UPI ഇൻസെന്റീവ്സ് ടു ബാങ്ക്സ് ബേസ്ഡ് ഓൺ അപ്ടൈം ആൻഡ് സർവീസ് ക്വാളിറ്റി ത്രൂ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് മോഡൽ. അപ്പം ഗവൺമെന്റ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മോഡലാണ് എന്ത്, ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് മോഡൽ. അപ്പൊ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് മോഡൽ എന്താണെന്നുള്ളത് നോക്കിയിരിക്കാം. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ള എന്താണ്, NPCIയുടെ സ്ട്രക്ചർ ആൻഡ് റോൾ. അംബ്രല്ല ഓർഗനൈസേഷൻ ആണ് ഫോർ റീറ്റെയിൽ പേയ്മെന്റ്സ് ഇൻ ഇന്ത്യ. ഇനിഷ്യേറ്റീവ് ബൈ RBI ആൻഡ് IBA അണ്ടർ PSS Act 2007. ഓപ്പറേറ്റ്സ് ആൻഡ് മാനേജ് സിസ്റ്റംസ് ലൈക്ക് UPI, RuPay ആൻഡ് IMPS. ഇനി UPI ആൻഡ് UPI ലൈറ്റ് മെക്കാനിസം ആൻഡ് ഫെയിലിയേഴ്സ്. UPI എന്താണ്, റിയൽ ടൈം ട്രാൻസ്ഫർ ബിറ്റ്വീൻ ബാങ്ക് അക്കൗണ്ട്സ് വയ മൊബൈൽ. റിക്വയർ പിൻ ലിമിറ്റ് എന്താണ്, 1 lakh ലിമിറ്റ് ആണ് ഈ UPI പേയ്മെന്റ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. UPI ലൈറ്റ് നോക്കുവാണെങ്കിൽ ഓൺ ഡിവൈസ് വാലറ്റ് ഫോർ സ്മോൾ വാല്യൂ ആണ്, ബിലോ 500 ട്രാൻസാക്ഷൻസ്. നോ പിൻ നീഡഡ്. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഡെയിലി ലിമിറ്റ് നോക്കുവാണെങ്കിൽ 4000 ആണ്. ഇനി UPI ലൈറ്റ് X എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനേബിൾസ് ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ യൂസിങ് NFC. ഇനി പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ട് 2007 നോക്കുവാണെങ്കിൽ RBI designated authority for regulation and supervision. ഈ ഒരു ആക്ടിന്റെ ബേസിസിലാണ് RBI എന്ത് ചെയ്തേക്കുന്നത്, അതോറിറ്റി ഫോർ റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റിക്വസ്റ്റ് ഓതറൈസേഷൻ ടു ഓപ്പറേറ്റ് എ പേയ്മെന്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ആക്ട് empowers RBI to set standards and issue directions. Does not specify ownership rules for clearing systems explicitly but mandates RBI authorization and regulatory oversight. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ GS പേപ്പർ 2 ഗവേണൻസ് ആൻഡ് എക്കോണമിയിൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇൻ ഡിജിറ്റൽ പേയ്മെന്റ്സ്, അതായത് UPI ഇൻസെന്റീവ് സ്കീം. അതുപോലെ തന്നെ റെഗുലേറ്ററി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചലഞ്ചസ് ഇൻ പബ്ലിക് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, NPCI's മോണോപ്പൊളി റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഇനി GS പേപ്പർ 3 എക്കോണമി, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ challenges in scaling financial digital infrastructure, അതുപോലെ സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ ഇൻ പേയ്മെന്റ് സിസ്റ്റംസ്, പബ്ലിക് വേഴ്സസ് പ്രൈവറ്റ് സെക്ടർ റോൾ ഇൻ ഫിനാൻഷ്യൽ ടെക്നോളജി ഇന്നോവേഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഒരു ന്യൂസിൽ നിന്നും നോക്കാനുള്ളത്. മറ്റൊരു ന്യൂസിലേക്ക് നമുക്ക് പോവാം. ഹൗ ഡിഡ് WHO nations strike a pandemic deal? ന്യൂസ് നമ്പർ നോക്കുവാണെങ്കിൽ ഹിസ്റ്റോറിക് പാൻഡമിക് അക്കോർഡ് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ആ ഫൈനലൈസ് ചെയ്തതിൽ WHO ആൻഡ് 190+ കൺട്രീസ് എഗ്രീഡ് ഓൺ എ ലീഗലി ഗ്രൗണ്ടഡ് ഫ്രെയിംവർക്ക് ടു ഇംപ്രൂവ് പാൻഡമിക് പ്രിപ്പയർനെസ്, ഫോക്കസിംഗ് ഓൺ ഗ്ലോബൽ സോളിഡാരിറ്റി ആഫ്റ്റർ COVID-19 എക്സ്പോസ്ഡ് മേജർ ഇന്റർനാഷണൽ കോർഡിനേഷൻ ഫെയിലിയേഴ്സ്. COVID-19 വന്നപ്പോഴത്തേക്കും ഈ ഒരു ഇന്റർനാഷണൽ കോർഡിനേഷൻ ഫെയിലിയേഴ്സ് നമുക്ക് മനസ്സിലായതാണ്. സോ അതുകൊണ്ട് എന്താണ്, ഒരു പുതിയ രീതിയിലുള്ള പ്രിപ്പയർനെസ് നമ്മൾ ഫ്രെയിം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ അക്കോർഡ് ഫൈനലൈസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കീ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇൻട്രൊഡ്യൂസ്ഡ് ദ പാത്തോജൻ ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ് സിസ്റ്റം, PABS എന്ന് പറയും അതിനെ, ഫോർ ഫാസ്റ്റർ പാത്തോജൻ ഡേറ്റ ഷെയറിംഗ്, ഇക്വിറ്റബിൾ ആക്സസ് ടു വാക്സിൻ ആൻഡ് ട്രീറ്റ്മെന്റ്സ് ആൻഡ് compromise on technology transfer to balance equity with the pharma industry concerns. In future challenges നോക്കുവാണെങ്കിൽ success depends on countries integration in the accord into national laws, ensuring real political will, financing and overcoming lingering gaps in trust, equity and innovation പ്രൊട്ടക്ഷൻ. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കാനുള്ളത്? ഒന്ന് WHO ആൻഡ് പാൻഡമിക് ട്രീറ്റ് ചെയ്യണം. WHOയുടെ റോൾ എന്താണ്? ഗ്ലോബൽ ഹെൽത്ത് കോർഡിനേഷൻ, സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ എയ്ഡ്, കീ ഇൻ പാൻഡമിക്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി WHO ഒരു കീ റോള് വഹിക്കുന്നുണ്ട്. പാൻഡമിക് ട്രീറ്റ് നോക്കുവാണെങ്കിൽ സ്ട്രെങ്തൻ പ്രിവെൻഷൻ, പ്രിപ്പയർനെസ്, റെസ്പോൺസ് എഗ്രീഡ് April 2025. WHO മെയ് 2025 ഈ പാൻഡമിക് ട്രീറ്റ് നമ്മൾ എഗ്രി ചെയ്യാൻ പോകുന്നത്. പ്രൊപ്പോസൽസ് നോക്കുവാണെങ്കിൽ ഈക്വൽ ആക്സസ്, പാത്തോജൻ ഷെയറിംഗ്, കപ്പാസിറ്റി ബിൽഡിംഗ്, റെസ്പെക്ട്സ് നാഷണൽ ഹെൽത്ത് സോവറൈനിറ്റി. ഓരോ ഹെൽത്തിന്റെയും നാഷണൽ സോവറൈനിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ട്രീറ്റി അനുസരിച്ച് റെസ്പെക്ട് ചെയ്യണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. പാത്തോജൻ ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ്, PABS. അതിന്റെ ഒബ്ജക്റ്റീവ് നോക്കുവാണെങ്കിൽ ഫെയർ ഷെയറിംഗ് ഓഫ് പാത്തോജൻ സാമ്പിൾസ് ആൻഡ് ബെനിഫിറ്റ്സ്, അതായത് എക്സാമ്പിൾ വാക്സിൻസ് ഒക്കെ വരുവാണെങ്കിൽ എന്താണ്, അത് നമ്മൾ ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ആയിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ മെക്കാനിസം നോക്കുവാണെങ്കിൽ റാപ്പിഡ് സിസ്റ്റമാറ്റിക് ഷെയറിംഗ് ഓഫ് പാത്തോജൻ ഡേറ്റ, ബെനിഫിറ്റ് ഷെയറിംഗ് ഇൻക്ലൂഡ്സ് പ്രൊഡക്റ്റ് റിസർവേഷൻ. അതുപോലെ ഗോൾ നോക്കുവാണെങ്കിൽ പ്രിവെന്റ് അൺഈക്വൽ ആക്സസ് ഡ്യൂറിംഗ് ഹെൽത്ത് ക്രൈസിസ്. ഗ്ലോബൽ ഹെൽത്ത് ഗവേണൻസ് നോക്കുവാണെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ റൂൾസ് ബൈ സ്റ്റേറ്റ്സ് ഓർ ഓർഗനൈസേഷൻസ് ഫോർ ഗ്ലോബൽ ഹെൽത്ത് ഇഷ്യൂസ്. കീ ആക്ടേഴ്സ് ആരൊക്കെയാണ്? WHO, UN, ഗവൺമെന്റ്സ്, NGOs. ഫോക്കസ് നോക്കുവാണെങ്കിൽ ജോയിന്റ് ആക്ഷൻ ഓൺ പാൻഡമിക്സ്, ഡിസീസ് കൺട്രോൾ ആൻഡ് ഹെൽത്ത് ഇക്വിറ്റി. മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? GS പേപ്പർ 2 ഗവേണൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസിൽ ഗ്ലോബൽ കോപ്പറേഷൻ ഇൻ പബ്ലിക് ഹെൽത്ത്, അതുപോലെ ഇഷ്യൂസ് ഓഫ് ഇക്വിറ്റി ഇൻ ആക്സസ് ടു ഹെൽത്ത് കെയർ ഡ്യൂറിംഗ് ക്രൈസിസ്. GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇമ്പോർട്ടൻസ് ഓഫ് റാപ്പിഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ടെക്നോളജി ട്രാൻസ്ഫർ ആൻഡ് ഇന്നോവേഷൻ ബാലൻസ് ഇൻ ഗ്ലോബൽ ഹെൽത്ത് എമർജൻസീസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ന്യൂസിൽ നിന്നും നോക്കാനുള്ളത്. മറ്റൊരു ന്യൂസിലേക്ക് പോകാം. വാട്ട്സ് ദ റീസൺ ഫോർ ടാർഗറ്റിംഗ് ഷിംല പാക്ട്? ഷിംല പാക്ട് തന്നെ എന്തുകൊണ്ടാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം 1972 എന്ത് സംഭവിക്കുന്നത്? ഷിംല അഗ്രിമെന്റ് മുന്നോട്ട് വയ്ക്കുന്നത്.
In response to India's suspension of the Indus Waters Treaty and post-Pahalgam attack, പാകിസ്ഥാൻ എന്ത് ചെയ്തിട്ടുണ്ട്? 1972 സിംല പാക്ട് അവര് സസ്പെൻഡ് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സിംല അഗ്രിമെന്റിന്റെ സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈൻഡ് ആഫ്റ്റർ 1971 വാർ ആണ്. മാൻഡേറ്റ് ബൈലാറ്ററൽ പീസ്ഫുൾ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, എസ്പെഷ്യലി കാശ്മീർ ആണ് ക്രിയേറ്റഡ് ദ ലൈൻ ഓഫ് കൺട്രോൾ. ലൈൻ ഓഫ് കൺട്രോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ സിംല ട്രീറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. ഇനി പൊട്ടൻഷ്യൽ ഫോളോഡ് നോക്കുകയാണെങ്കിൽ സസ്പെൻഷൻ ഓഫ് അഗ്രിമെന്റ്സ് കുഡ് ഡീസ്റ്റെബിലൈസ് ദ ലൈൻ ഓഫ് കൺട്രോൾ. ഈ ലൈൻ ഓഫ് കൺട്രോളിനെ വീണ്ടും ഡീസ്റ്റെബിലൈസ് ചെയ്യും. അതുപോലെ തന്നെ ഇമ്പാക്ട് ന്യൂക്ലിയർ സേഫ്റ്റി പ്രോട്ടോകോൾസ്, സീസ് ഫെയർ അണ്ടർസ്റ്റാൻഡിങ്സ്, അതുപോലെ തന്നെ റിലീജിയസ് പിൽഗ്രിം എക്സ്ചേഞ്ചസ് ആൻഡ് ഹൈറ്റൻ റിസ്ക് ഓഫ് ബോർഡർ മിലിറ്ററി ആൻഡ് വാട്ടർ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് ഒന്ന് സിംല അഗ്രിമെന്റ് ആണ്. 1972 സൈൻ ചെയ്തതാണ്. സൈൻഡ് ആഫ്റ്റർ 1971 വാർ. എയിംഡ് എന്താണ്? ഡ്യൂറബിൾ പീസ് ആണ് ഈ ഒരു സിംല അഗ്രിമെന്റ് കൊണ്ട് എയിം ചെയ്തത്. കമ്മിറ്റഡ് ടു ബൈലാറ്ററൽ റെസൊല്യൂഷൻ ഓഫ് ഡിസ്പ്യൂട്ട്സ് ഇൻക്ലൂഡിംഗ് കാശ്മീർ. അതുപോലെ തന്നെ കൺവേർട്ടഡ് സീസ് ഫെയർ ലൈൻ ഇൻടു ലൈൻ ഓഫ് control respecting status quo, agreed to restore communications and normalize relations. Indus Water Treaty basics നോക്കുകയാണെങ്കിൽ signed in 1960 ആണ്. brokered by World Bank for water sharing, allocated eastern rivers Ravi, Bias, Satluj to India. അതുപോലെ തന്നെ allocated western rivers Indus, Jhelum and Chenab to Pakistan. Also established permanent Indus Commission for dispute resolution. India can use western river waters for limited irrigation and non-consumptive uses. Other India Pakistan bilateral agreements, മറ്റ് agreements പാകിസ്ഥാനുമായിട്ട് നമ്മൾ സൈൻ ചെയ്തേക്കുന്ന മറ്റ് agreements നോക്കുകയാണെങ്കിൽ agreement on prohibition of attack against nuclear installments 1988 നമ്മൾ സൈൻ ചെയ്തതാണ്. prevents attack on each other's nuclear facilities, annual list exchange etc. അതുപോലെ തന്നെ എന്താണ്? agreement on pre-notification of ballistic missile test 2005 സൈൻ ചെയ്തതാണ്. requires advance notification of missile test. അതുപോലെ തന്നെ ceasefire agreements 2003 സൈൻ ചെയ്തതാണ്. informal truce along line of control and working boundary റീകമ്മിറ്റഡ് ഇൻ 2021 വീണ്ടും ഈ ഒരു ട്രീറ്റി റീകമ്മിറ്റ് ചെയ്തിട്ടുണ്ട് സീസ് ഫെയർ അഗ്രിമെന്റ്സ്. ഇനി അഗ്രിമെന്റ്സ് ഓൺ ക്രോസ് LOC മൂവ്മെന്റ് ആൻഡ് ട്രേഡ് ഫോർ പീപ്പിൾ ആൻഡ് ഗുഡ്സ് അക്രോസ് LOC ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കാണെങ്കിലും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കാണെങ്കിലും ഈ ഒരു പീപ്പിളിന്റെയും ട്രേഡിന്റെയും ട്രാൻസ്ഫർ അതിനു വേണ്ടിയിട്ട് സൈൻ ചെയ്തതാണ് എന്ത്? അഗ്രിമെന്റ്സ് ഓൺ ക്രോസ് LOC മൂവ്മെന്റ് ആൻഡ് ട്രേഡ്. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? GS പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസ്, ബൈലാറ്ററൽ റിലേഷൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ഇമ്പാക്ട് ഓഫ് ട്രീറ്റി സസ്പെൻഷൻ ഓൺ റീജിയണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. GS പേപ്പർ 3 സെക്യൂരിറ്റിയിൽ സ്ട്രാറ്റജിക് ഇംപ്ലിക്കേഷൻസ് ഓഫ് ലൈൻ ഓഫ് കൺട്രോൾ ഡീസ്റ്റെബിലൈസേഷൻ, അതുപോലെ തന്നെ വാട്ടർ സെക്യൂരിറ്റി ആൻഡ് ക്രോസ് ബോർഡർ ടെററിസം ഇഷ്യൂസ്. ഇനി അടുത്ത എന്താണ്? സ്റ്റോം ബിനീത്ത് വാട്ടേഴ്സ് എന്താണ്? ഇന്ത്യ എത്തിയിട്ടുണ്ട് വാട്ടർ സർജിക്കൽ സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാന്. എങ്ങനെയാണ്? ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇന്ത്യ അതിൽ നിന്നും പിന്മാറിയിരിക്കും, സസ്പെൻഡ് ചെയ്തത്. ന്യൂസ് നമ്പർ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡിബേറ്റ് ആൻഡ് ട്രീറ്റി സൈനിങ് 1916 ആണ് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി സൈൻ ചെയ്തിരിക്കുന്നത്. സൈൻഡ് ബൈ നെഹ്റു ആൻഡ് അയ്യൂബ് ഖാൻ. എന്താണ്? വേൾഡ് ബാങ്കിന്റെ ഒരു ബ്രോക്കറേജും കൂടി അതിൽ ഉണ്ടായിരുന്നു. ഫേസ് ഷാർപ്പ് ക്രിറ്റിസിസം ഇന്ത്യസ് പാർലമെന്റ് എസ്പെഷ്യലി എന്താണ്? ഫ്രം പഞ്ചാബ് ആൻഡ് രാജസ്ഥാൻ ഫോർ അലിഗലി സറണ്ടറിംഗ് നാഷണൽ ഇൻട്രസ്റ്റ് ടു പാകിസ്ഥാൻ. ആ ഒരു സമയത്ത് ഇത് വളരെ വലിയൊരു ഇഷ്യൂ ആയിരുന്നു ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത്. ട്രീറ്റി ചലഞ്ചസ് ആൻഡ് വയലേഷൻസ് നോക്കുവാണെങ്കിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റി സർവൈവ്ഡ് മേജർ ഇൻഡോ പാക് ടെൻഷൻസ് ഇൻക്ലൂഡിംഗ് ദ 1965 വാർ ആൻഡ് പാകിസ്ഥാൻസ് മംഗ്ല ഡാം പ്രൊജക്ട് ഇൻ POK ബട്ട് റിപ്പീറ്റഡ് പ്രൊവോക്കേഷൻസ്, അതായത് ഇപ്പം വീണ്ടും റിപ്പീറ്റഡ് പ്രൊവോക്കേഷൻസ് വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് ഈ ഒരു വാട്ടർ ട്രീറ്റിയിൽ നിന്നും പിന്മാറിയിരിക്കുന്നത്. കറന്റ് സിനോറിയോ നോക്കുവാണെങ്കിൽ പഹൽഗാം ടെറർ അറ്റാക്കിന് ശേഷം പാകിസ്ഥാൻ റിഫ്യൂസൽ ടു റീനെഗോഷിയേറ്റ് ദ ട്രീറ്റി, ഇന്ത്യ പ്ലേസ് ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇൻ അബെയൻസ്. അതായത് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു വാട്ടർ ട്രീറ്റി നമ്മൾ സസ്പെൻഡ് ചെയ്തു. കീവേഡ്സ് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം നമ്മൾ അത് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഇൻഡോ പാക് വാട്ടർ ഡിസ്പ്യൂട്ട്സ് ഹിസ്റ്റോറിക്കൽ ആൻഡ് റീസെന്റ് നമ്മൾ നോക്കുവാണെങ്കിൽ വാട്ടർ സ്റ്റോപ്പ് പോസ്റ്റ് പാർട്ടീഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ കുറെ വാട്ടർ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. മംഗ്ല ഡാമിന്റെ പേരിൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ കൺസേൺഡ് അബൌട്ട് ഇന്ത്യസ് അപ്സ്ട്രീം കൺട്രോൾ. ഇനി കിഷൻഗംഗ റിവറിന്റെ ബേസിസിൽ നമുക്കൊരു കോൺഫ്ലിക്ട് ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ ഒബ്ജക്റ്റഡ് ടു ഇന്ത്യസ് പ്രൊജക്ട് ഹേഗ് അലൗഡ് വിത്ത് കണ്ടീഷൻസ്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു നെഗോഷിയേഷൻസിന് ശേഷം വീണ്ടും കൺട്രോൾസ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? കിഷൻഗംഗയിലെ പ്രൊജക്ട് ആരംഭിച്ചിട്ടുണ്ട്. റീസെന്റ് 2023-25 എന്താണ്? ഇന്ത്യ സോ ട്രീറ്റി ചേഞ്ചസ്, ട്രീറ്റി സസ്പെൻഡഡ് ആഫ്റ്റർ 2025 പഹൽഗാം അറ്റാക്ക്. 2025 പഹൽഗാം അറ്റാക്കിന് ശേഷം എന്ത് ചെയ്തു? ഇന്ത്യ ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റി ക്യാൻസൽ ചെയ്തു. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ GS2 ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇന്ത്യ സസ്പെൻഡിങ് ഇൻഡസ് വാട്ടർ ട്രീറ്റി, ചലഞ്ചസ് ഇൻ ഇന്ത്യ പാകിസ്ഥാൻ ഡിപ്ലോമസി, വാട്ടർ ഷെയറിംഗ് ആസ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ. അതുപോലെ GS പേപ്പർ 3 എൻവയോൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചറിൽ റിവർ വാട്ടർ ട്രീറ്റീസ്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ് ലൈക്ക് കിഷൻഗംഗ, യൂസ് ഓഫ് വാട്ടർ ആസ് എ സ്ട്രാറ്റജിക് ടൂൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ന്യൂസ് ഡെസ്കിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് ഡെസ്ക് അവസാനിക്കുകയാണ്. മറ്റൊരു സെഷനുമായി നാളെ കാണാം.
ഗുഡ് ബൈ.